730 ബാറുകളാണെന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. ഇപ്പൊ പറയുന്നുണ്ടല്ലോ 29 ബാറുകളെ ഉണ്ടായിരുന്നു. പച്ചക്കള്ളല്ലേ പറയുന്നത്? 730 ബാറുകൾ പ്രവർത്തിച്ചിരുന്നു. 29ഓളം 5 സ്റ്റാർ ഹോട്ടലുകളിൽ അന്ന് ബാറുകൾ പിന്നെയും പ്രവർത്തിച്ചിരുന്നു. ഒടുവിൽ ഇത് എപ്പോഴാണ് വിവാദമാകുമ്പോൾ പൂട്ടുന്നത്? സർക്കാരിന്റെ കുഴപ്പം കൊണ്ടാണോ? സർക്കാരാണോ പൂട്ടാൻ തീരുമാനിക്കുന്നത്? CAGയുടെ റിപ്പോർട്ടായിരുന്നു. എന്താ CAGയുടെ റിപ്പോർട്ട് പറഞ്ഞിരുന്നത്? ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന പച്ചക്കള്ളം. LDFന്റെ കാലത്ത് UDFന്റെ കാലത്തെ ബാറുകളുടെ എണ്ണം നോക്കൂ സർ. UDFന്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 730 ബാറുകൾക്ക് ഇവിടെ ലൈസൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് 2014 ആയപ്പോഴേക്കും പുതുക്കണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനമില്ല എന്നത് CAG കണ്ടെത്തി. CAG കണ്ടെത്തിയപ്പോൾ അതിനെ സർക്കാർ സഹായിക്കാൻ ചെന്നപ്പോൾ സുപ്രീം കോടതി ഓടിച്ചു. സുപ്രീം കോടതി ആ മാനദണ്ഡങ്ങൾ കർക്കശമാക്കി. ഒടുവിൽ മാർച്ച് 5-ാം തീയതി മുതൽ ഇനി ഈ സംസ്ഥാനത്ത് ക്ലാസിഫിക്കേഷൻ നടത്താതെ, കർശന മാനദണ്ഡങ്ങൾ പാലിക്കാതെ, അടിസ്ഥാന സൗകര്യ വികസനം നടത്താതെ ഈ 418ഓളം ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കാൻ പറ്റൂല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നു, CAG റിപ്പോർട്ടിൽ വന്നു. അല്ലാതെ ഉമ്മൻചാണ്ടി സർക്കാർ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കേരളത്തെ ബാർ വിമുക്തമാക്കാൻ വേണ്ടിയിട്ടല്ല, ബാറുകളും അടച്ചിടാൻ തീരുമാനിക്കുകയല്ല. സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ രജിസ്ട്രേഷൻ കർശനമായപ്പോൾ 418 ബാറുകൾക്ക് ലൈസൻസ് പുതുക്കാൻ പറ്റിയില്ല. അങ്ങനെ വന്നപ്പോൾ അത് വിവാദമാവുന്ന സാഹചര്യത്തിൽ VM സുധീരൻ അന്നും ഇതേപോലെ സർക്കാരിനെതിരെ രംഗത്ത് വന്നപ്പോൾ VM സുധീരനോട് വാശി തീർക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള 312 എണ്ണം കൂടി അടച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. 730 ബാറുകൾ അന്നുണ്ടായിരുന്നു. ഇന്ന് 896 ബാറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 29ഓളം പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ബാറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അന്നും പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് UDFനേക്കാൾ LDF വരുമ്പോഴാണ് ബാറുകൾ കൂടുന്നത് എന്ന വാദം തെറ്റ്. അതൊന്ന്. രണ്ടാമത്തത്, LDFന്റെ സർക്കാരിന്റെ കാലത്ത് ഈ ഇതുമായി ബന്ധപ്പെട്ട വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽ വന്നതുകൊണ്ട് UDF സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെ കൊണ്ടുവരുന്നതിൽ തെറ്റില്ല എന്ന വാദത്തിൽ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ സർ. LDFന് അന്നൊരു മദ്യനയം ഉണ്ടായിരുന്നു. ആ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിൽ 4 പേരെ അറിയിച്ചിട്ട് ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെയാണ് അന്ന് MP രാജേഷിന്റെ മന്ത്രിസഭയിൽ ആ തീരുമാനം എക്സൈസ് വകുപ്പ് മന്ത്രി അറിയിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ ബജറ്റിന്റെ തൊട്ട് തലേന്ന് അർദ്ധരാത്രിയിൽ ചീഫ് സെക്രട്ടറിയുടെ മുൻപിലേക്ക് ഒരു ഫയൽ വിളിച്ചു വരുത്തി 2 മണിക്കൂർ 57 മിനിറ്റിന്റെ റോക്കറ്റ് വേഗതയിലല്ല തീരുമാനമെടുത്തത്. 4 പേർ അറിഞ്ഞ് തീരുമാനിക്കണം. ഇതാണ് ഈ സർക്കാരിന്റെ മദ്യനയം. എന്തേ അതൊരു ഭയം? എന്തേ 4 പേർ ഇറങ്ങിയ കാര്യം മുന്നണിയിൽ വെച്ച് തീരുമാനിക്കാൻ പറ്റാതെ പോയത്? ഇനി എന്തേ ഇത്ര ധൃതി? എന്തിനാണ് ഇത്ര വേഗത? ഈ ഫിനാൻസ് ബിൽ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ നിങ്ങൾക്കടുത്ത 4 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഫിനാൻസ് ബില്ലായിട്ട് കൊണ്ടുവരാം. എക്സൈസ് വകുപ്പിൽ നിന്ന് നിർദ്ദേശം വരട്ടെ, അത് ധനമന്ത്രിയിലേക്ക് വരട്ടെ, ഇതൊരു മദ്യനയത്തിന്റെ ഭാഗമാവട്ടെ. അങ്ങനെയല്ലേ ഇത് വേണ്ടിയിരുന്നത്? പാർട്ടിയിൽ ചർച്ച ചെയ്ത് മുന്നണിയിലെ ഈ മദ്യനയം ഇതാ LDF സർക്കാരിന്റെ മദ്യനയം തന്നെ ഞങ്ങളും പിന്തുടരാൻ തീരുമാനിക്കുന്നു, ഈ വീര്യം കുറഞ്ഞ മദ്യം ഞങ്ങളും അവതരിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് എന്ന് 4 പേർ അറിഞ്ഞു പറഞ്ഞിരുന്നെങ്കിൽ ഈ സംശയം വരുമായിരുന്നോ? വേണമെങ്കിൽ ഈ വീര്യം കൂടിയ മദ്യമുണ്ടല്ലോ, അതിന്റെ ടാക്സ് കൂട്ടാം. 250 നിങ്ങളൊരു കാര്യം ചെയ്യാം. 251 260 ആക്കിയതിനു ശേഷം ഒരു 120 മുതൽ 130 വരെ ടാക്സ് സ്ലാബിലേക്ക് കൊണ്ടുവരാൻ വേണമെങ്കിൽ ധനമന്ത്രിക്ക് തീരുമാനിക്കാം. 4 പേർ അറിഞ്ഞു വേണമായിരുന്നു. അല്ലാതെ ഈ അർദ്ധരാത്രിയിൽ നടത്തിയ ഫയൽ നീക്കത്തിലാണ് പ്രതിസന്ധി. അതിന് LDFന്റെ തലയിൽ ചാടരുത് എന്നുള്ളതാണ്.